നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഡാം ശനിയാഴ്ച തുറന്നേക്കും. ഇപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിക്ക് മുകളിൽ. ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുത്തതായി ജില്ലാ ഭരണകൂടം. പനംകുട്ടിയിൽ പ്രദേശവാസി ചപ്പാത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി. കുത്തൊഴുക്കുള്ള മുതിരപ്പുഴയാറിലേക്ക് എടുത്തു ചാടിയത് പനംകുട്ടി സ്വദേശി കാട്ടുവിളയിൽ ബെന്നി വിൻസെന്റ്. ഇയാൾക്കായി പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തുന്നു. ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന് റവന്യൂ വകുപ്പ്. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടിയും ഉണ്ടാകും. അതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ വീട് നിർമ്മിക്കുവാൻ കഴിയാതെ ദുരിതത്തിൽ. വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത് മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിലെ 6 ഗുണഭോക്താക്കൾ. ഉപ്പുതറയ്ക്ക് പുറമെ വാത്തിക്കുടി പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിലും അനർഹർ കടന്നുകൂടിയതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ അണക്കെട്ട് ശനിയാഴ്ച തുറന്നേക്കും. 135 അടിക്ക് മുകളിലാണ് ഇപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ്. റൂൾ കർവ് അനുസരിച്ച് ജൂൺ 30 വരെ 136 അടി വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാനാകുക. ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം നടത്തിക്കഴിഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെയാണ് ജലനിരപ്പ് 135 അടി പിന്നിട്ടത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ആനവിലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി റവന്യൂ, പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇവർക്കായി 20ലധികം ക്യാമ്പുകളും ഒരുക്കി കഴിഞ്ഞു. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ 30 വരെ സംഭരിക്കാനാകുക. ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2021 ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്നും അധികൃതർ അറിയിച്ചു. പനംകുട്ടിയിൽ പ്രദേശവാസി ചപ്പാത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി. പനംകുട്ടി സ്വദേശി കാട്ടുവിളയിൽ ബെന്നി വിൻസെന്റാണ് കുത്തൊഴുക്കുള്ള മുതിരപ്പുഴയാറിലേക്ക് എടുത്തു ചാടിയത്. സംഭവത്തിന് മുമ്പ് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടാണ് പോയതെന്നാണ് വിവരം. ഇതേ തുടർന്ന് നാട്ടുകാരിൽ ഒരാൾ ഇയാൾ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് വെള്ളത്തൂവൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മഴ ശക്തമായി ആറിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന റവന്യൂ വകുപ്പ്. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടിയും ഉണ്ടാകും. അതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചിന്നക്കനാലിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിലെ കയ്യേറ്റമെന്നറിയാതെ ചെറിയ പ്ലോട്ടുകൾ വാങ്ങിയവർക്ക് പരിശോധനയിൽ അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കും. ചിന്നക്കനാലിൽ ഏറ്റെടുത്ത ഭൂമിയിൽ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പലരും റവന്യൂ ഭൂമിയെന്ന് അറിയാതെ വില കൊടുത്തു വാങ്ങിയവരാണ്. ഇതിൽ 10 സെന്റ് മുതൽ 32 സെന്റ് വരെ ഭൂമി വാങ്ങിയവരുണ്ട്. ഇവരുടെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കും. അർഹതപ്പെട്ടവരെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് പട്ടയം നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് പറഞ്ഞു. ചിന്നക്കനാൽ വില്ലേജിൽ ധാരാളം ആളുകളുണ്ട്. ലായങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും പട്ടയം കൊടുക്കുന്ന ഈ സർക്കാരിൻ്റെ നയം തന്നെ ഈ ഭൂരഹിതരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അങ്ങനെയാണ് സർക്കാർ നമ്മളോട് നിരന്തരം നമ്മളെ റവന്യൂ മിനിസ്റ്ററായ രാജ്യ മിനിസ്റ്ററായിരുന്നാലും മുഖ്യമന്ത്രിയായിരുന്നാലും ഇവിടെ അവർ നടത്തിയ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെ ചുമതലപ്പെടുത്തിയത് സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്തി സർക്കാരിൻ്റെ ഭൂമി ചില വ്യക്തികൾ മാത്രം കൈവശം വയ്ക്കുന്നത്. അതാണ് അങ്ങനെയുള്ള വൻകിട കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചെടുക്കുന്നത്.
ചെറുകിട ഇതിനകത്ത് തന്നെ ആർക്കെങ്കിലും ഇപ്പം ഈ നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആളുകളാണ് ഇതിനകത്തുള്ളത്. അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല. സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ഇക്കാര്യം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വിവിധ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഊർജിതമായി തുടരുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വിവിധ ഭവന പദ്ധതികൾ വഴി വീട് കൈക്കലാക്കുന്നതായി പരാതി. ഇത്തരത്തിൽ വീട് കൈക്കലാക്കുന്നവർ വീടുകൾ വാടകയ്ക്ക് നൽകുകയും മറ്റുമാണ് ചെയ്യുന്നത്. വാത്തിക്കുടി പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ 3 വീടുകൾ തട്ടിയെടുത്തത് കേവല ഉദാഹരണം മാത്രം. സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബം വരെയും പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും കൈപ്പറ്റി. ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെ വാത്തിക്കുടിയിലും ലൈഫ് ഭവന പദ്ധതിയിൽ അനർഹർ കടന്നുകൂടുന്നതായാണ് പരാതി. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ വ്യാപകമായി അനർഹർ വീടും സ്ഥലവും കൈക്കലാക്കിയിട്ടുള്ളതായ പരാതിയാണ് പുറത്തുവരുന്നത്. സ്വന്തമായി വീടും സ്ഥലവും ഉള്ളവരും മറ്റു വരുമാന മാർഗങ്ങളുള്ളവരുമാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ വീടും സ്ഥലവും കൈക്കലാക്കിയിരിക്കുന്നത്. പലയിടത്തും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്വന്തമാക്കിയ ശേഷം വാടകയ്ക്ക് നൽകുകയും മറ്റു ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയിട്ട ശേഷം മറ്റിടങ്ങളിൽ ഉള്ള സ്വന്തം വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയുമാണ്. വാത്തിക്കുടി പഞ്ചായത്തിൽ 12ാം വാർഡിൽപ്പെടുന്ന പ്രകാശിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം 3 കുടുംബങ്ങൾക്കായി 3 സെന്റ് വീതം പതിച്ചു നൽകിയിരുന്നു. 3 പേർക്കും 4 ലക്ഷം രൂപ വീതം മുടക്കി വീടും നിർമ്മിച്ചു നൽകി. എന്നാൽ 3 എണ്ണവും ഇന്ന് ഉടമസ്ഥർ താമസമില്ലാതെ കിടക്കുകയാണ്. മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇതിൽ 1 എണ്ണം കൈക്കലാക്കിയത്. ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുന്നതായാണ് പരാതി. മറ്റു 2 ഉടമകൾ മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലേക്കും താമസം മാറ്റി. വാത്തിക്കുടി പഞ്ചായത്തിൽ 12ാം വാർഡിൽ പ്രകാശ് പഞ്ചായത്ത് ഓർമ്മ ഭാഗത്ത് വീടുകൾ അനാഥമായി കിടക്കുന്നു. അതായത് പഞ്ചായത്തിൽ നിന്ന് ഭൂമി നൽകുകയും പഞ്ചായത്ത് തന്നെ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരു ദിവസം പോലും താമസിക്കാതെ നിലവിൽ 3 വീടുകളാണ് അവിടെ അനാഥമായി കിടക്കുന്നത്. അവിടെ അതിലൊരു വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവർ വാടകയ്ക്ക് നൽകുന്ന പണം നൽകി അവർ വാടക മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് വാത്തിക്കുടി പഞ്ചായത്തിൽ തന്നെ 500 പേർ ലൈഫിൻ്റെ ലിസ്റ്റിൽ കിടക്കുകയാണ്. പെരുന്തൊട്ടി വാർഡിൽ തന്നെ നിരവധി ആളുകൾ വീടില്ലാതെ നനഞ്ഞൊലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അനർഹരായ ആളുകൾക്ക് ഗവൺമെൻറ് വീട് വെച്ച് നൽകുകയും പഞ്ചായത്ത് ഭൂമി നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ നടപടി ഞാൻ പലതവണ കളക്ടർക്ക് ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെ പരാതി നൽകുകയും പഞ്ചായത്ത് അന്വേഷണ കമ്മീഷൻ വെച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴും പ്രകാശ് പഞ്ചായത്ത് പറമ്പ് ഭാഗത്ത് വീട് അനാഥമായി കിടക്കുന്നു. അവിടെ ഒരു വീട് ഇപ്പോഴും വാടക കൊടുത്തിരിക്കുന്നു. 2 വീടുകൾ അവിടെ വനം പിടിച്ച് കിടക്കുന്നു. ഈ നടപടി ശരിക്കും പരിശോധിച്ച് അനർഹരായ ആളുകളെ അവിടെ ഒഴിവാക്കുകയും അർഹരായ ആളുകൾക്ക് വീട് നൽകുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒരു മെമ്പർ നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. 2015-20 കാലഘട്ടങ്ങളിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഇവിടെ ആരും താമസിക്കുന്നില്ല. ഭൂരഹിതരും ഭവനരഹിതരും ഏറെയുള്ളപ്പോൾ ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം. വാത്തിക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്താൽ അധികൃതർ ചെറുവിരലനക്കുന്നില്ലെന്നതാണ് വസ്തുത. കുമളി നഗരത്തിൽ മൊത്ത വിതരണത്തിനെത്തിച്ച 12 ചാക്ക് പാൻ മസാലയുമായി വിതരണക്കാരൻ അറസ്റ്റിൽ. കുമളി റോസാപ്പൂക്കണ്ടം ബിൽക്കിസ് മൻസുലിൽ റഫീഖാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇയാൾ പാൻ മസാല എത്തിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. നിരോധിത പാൻ മസാല ജില്ലയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാറിൽ നടന്ന വിൽപ്പന നടത്തുന്നതിനിടെ കുമളി CI PS സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതി റഫീഖിനെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നും കുമളി അതിർത്തി വഴി കടത്തിയവയാണ് പാൻ മസാല. ജില്ലയിലെ വിവിധയിടങ്ങളിൽ കടകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി. ഹാൻസ്, സ്കൂൾ, ഗണേഷ് എന്നിവയാണ് പിടിച്ചെടുത്തത്. SCമാരായ ജെഫി ജോർജ്, അനന്തു സുനിൽകുമാർ, ഹാഷിം, SCPO ഷൈനു, CPO ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് നിരോധിത പാൻ മസാലകൾ അനധികൃതമായി എത്തിച്ച് വിൽപ്പന നടത്തുന്നത് തടയാൻ പരിശോധന കർശനമാക്കുമെന്നും പോലീസ് അറിയിച്ചു. പൈനാവ് മീൻമുട്ടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടം. അമിത വേഗത്തിലെത്തിയ KSRTC ബസ് വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിലിടിക്കുകയായിരുന്നു. യാത്രക്കാർക്ക് പരിക്കില്ലെങ്കിലും 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു.
കട്ടപ്പനയിൽ നിന്നും തങ്കമണി വഴി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുണ്ടോടി ബസ്സും തൊടുപുഴയിൽ നിന്നും കട്ടപ്പന വഴി നെടുങ്കണ്ടത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന KSRTC ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പൈനാവിനും കുളമാവിനും ഇടയിൽ മീൻമുട്ടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. KSRTC ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് വളവ് തിരിഞ്ഞു വരുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിൽ തട്ടുകയായിരുന്നു. സ്വകാര്യ ബസ് വെട്ടിച്ചു മാറ്റിയെങ്കിലും കൊക്കയിൽ പതിക്കാതിരുന്നതോടെ വലിയ അപകടം ഒഴിവായി. ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാരിൽ ചിലർ ബസ്സിനുള്ളിൽ തന്നെ തെറിച്ചു വീണെങ്കിലും ആർക്കും പരിക്കുകളില്ല. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നെടുങ്കണ്ടത്ത് ബസ് കയറുന്നതിനിടെ നിലത്ത് വീണ വയോധികയുടെ കാലിലൂടെ ചക്രം കയറിയ സംഭവത്തിൽ സ്ത്രീയുടെ കാൽ നഷ്ടമായി. പരിക്കേറ്റ വലതുകാൽ മുട്ടിനു മുകളിൽ വെച്ചാണ് മുറിച്ചു മാറ്റിയത്. കായംകുളം സ്വദേശിയായ വടുതല വീട്ടിൽ ശാന്തമ്മയ്ക്കാണ് കാൽ നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിൽ വെച്ചായിരുന്നു സംഭവം. ശാന്തമ്മ ബസിന്റെ മുൻവാതിലിൽ കാലെടുത്ത് വെച്ചതോടെ ബസ് മുൻപോട്ടെടുത്തു. പിടിവിട്ട് താഴേക്ക് വീണ ഇവരുടെ കാലിലൂടെ പിൻചക്രം കയറുകയായിരുന്നു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. നെടുങ്കണ്ടം കല്ലാർ സ്വദേശിയായ ഇവർ വർഷങ്ങളായി കായംകുളത്തായിരുന്നു താമസിച്ചിരുന്നത്. ഏതാനും ദിവസം മുൻപാണ് നെടുങ്കണ്ടത്തെത്തിയത്. സംഭവത്തിൽ ബസിന്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീരുമേട് പ്ലാക്കത്തിർത്തി ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പീരുമേട് DYSP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. പിന്നീട് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിനിടയിലാണ് നേരിയ സംഘർഷമുണ്ടായത്. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ലെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സർജൻ കണ്ടെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സീത മരിച്ച സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സീതയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. കാട്ടാന ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന മൊഴിയിൽ ഭർത്താവ് ബിനുവും മക്കളും ഉറച്ചു നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു. 22 അജണ്ടകൾ ഉൾപ്പെട്ട കൗൺസിലിൽ പുളിയൻമലയിൽ E&D വേസ്റ്റ് സംവിധാനം ഒരുക്കുന്നതിനായി സ്ഥലം വാങ്ങുന്നതിന് അംഗീകാരമായി. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് C&D വേസ്റ്റ് സംഭരണ കേന്ദ്രത്തിന് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. പുളിയന്മലയിൽ മാലിന്യ സംസ്കരണശാലയ്ക്ക് സമീപമായിട്ടാണ് വസ്തു വാങ്ങുന്നത്. കൗൺസിൽ യോഗം ഇത് അംഗീകരിച്ചു. ആകെ 22 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒന്ന് വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നതാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. അടുത്ത പിന്നെ ഒരെണ്ണമുള്ളത് വാർഡുകളിൽ കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നിശ്ചയിച്ചിരുന്ന തുക 6500 ആണ്. അതിൽ നിന്ന് ഇപ്പം 10,000 രൂപയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ വാർഡിലും അജണ്ട അനുസരിച്ച് നമ്മൾ 15 രൂപയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചു. കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് വൈദ്യുതി കണക്ഷനായി KSEBയിൽ ഒടുക്കേണ്ട തുക 6500 നിന്ന് 15,000 രൂപയായി ഉയർത്തി നൽകി. കുടിവെള്ള പദ്ധതികൾക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ തുക ചെലവാകുന്നതിനാലാണ് തുക ഉയർത്താൻ തീരുമാനമായത്. അപ്പോൾ പുളിയമ്മലയിലെ 1 ഏക്കർ സ്ഥലത്തിനുള്ള താല്പര്യപത്രങ്ങൾ 3 ആളുകൾ അതിന്റെ നിയമാനുസൃത ഡോക്യുമെന്റുകൾ സഹിതം സമർപ്പിച്ച് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടി എന്ന നിലയിൽ അതിന്റെ ആ സ്ഥലത്തിന്റെ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയ ആളുടെ സ്ഥലത്തിന്റെ വാല്യുവേഷൻ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർ മുഖാന്തരം നഗരസഭയിൽ നിന്നും സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ സ്ഥലം എടുക്കുന്നതിന് ആവശ്യമായ ഫ്ലോർ വാല്യൂടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ 25 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം 30 ലക്ഷം രൂപയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അവിടുത്തെ താരിഫ് വില എത്രയാണോ ആ വിലയെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആ താരിഫ് വില ലഭിക്കുന്ന മുറയ്ക്ക് ആ സ്ഥലം വാങ്ങുന്നതിന് ഇന്ന് കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ടൗൺ ഹാളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ലേലം ചെയ്യുന്നത് സംബന്ധിച്ചും പുതിയ നിയമനങ്ങൾ സംബന്ധിച്ചും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവയിലും യോഗത്തിൽ അംഗീകാരമുണ്ടായി. അതിനോടൊപ്പം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന് മേൽക്കൂരയും ചുറ്റുമതിലും പണിയുന്ന വിഷയത്തിൽ AIO റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് പ്രകാരം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് തുടർ നടപടികൾക്കായി നഗരസഭാ കൌൺസിലർമാരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി യോഗം ചേരുന്നതിനും തീരുമാനമായി. കട്ടപ്പന പുളിയൻമലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള നഗരസഭയുടെ ശ്രമത്തിനെതിരെ സെക്രട്ടറിക്ക് നിവേദനം നൽകി. നിലവിലുള്ള മാലിന്യം നീക്കാതെ വീണ്ടും മേഖലയിൽ മാലിന്യം തള്ളിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്.
പുളിയൻമലയിലെ കട്ടപ്പന നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള നഗരസഭയുടെ ശ്രമം അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചതു മുതൽ പ്രദേശത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പ്ലാന്റ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതോടെയാണ് മേഖലയിലെ പ്രദേശവാസികൾ ചേർന്ന് ഒപ്പിട്ട നിവേദനം നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയത്. ഞങ്ങളുടെ ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്ന അത്ര കാലം ഈ കട്ടപ്പനയിലെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വേസ്റ്റും അവിടെ ഈ കാലം അത്രയും ഡംപ് ചെയ്തുകൊണ്ടിട്ട് ഞങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഒരു ഡംപിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനവും അവിടെ വന്ന് കിടന്ന് കൂടിയാൽ എന്താണ് പിന്നീട് ഭാവി സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഭൂമി എടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ യോജിപ്പുണ്ട്. ആ വിയോജിപ്പിന്റെ ഭാഗമായിട്ട് വളരെ നിയമപരമായിട്ടുള്ള കാര്യം ഞങ്ങളും ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ ഇനി അവിടെ ഒരു സെന്റ് ഭൂമി മേടിച്ച് വേറൊരു പ്രക്രിയ, ആ ഭൂമിക്കകത്ത് 2 ഏക്കർ സ്ഥലമുണ്ട്, എന്ത് പ്രക്രിയ നടത്തുന്നതിനും ഞങ്ങൾ ഇത് തടസ്സമല്ല, എന്ത് വേണം ചെയ്യും. അപ്പൊ അതല്ലാതെ കൊണ്ട് ഒരു പ്രക്രിയയ്ക്ക് സ്ഥലം പുതിയതായിട്ട് മേടിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഒരിടത്തും ഡംപിങ് ഇനി ഒരു സാധനം അവിടെ ഡംപ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഡംപ് ചെയ്യുന്നതിന്റെ അനുഭവിച്ചവരെ ഞങ്ങൾ ഇനി അത് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തുക വകയിരുത്തിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. ജനവിരുദ്ധ നിലപാടിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം സ്ലോട്ടർ ഹൗസും മാലിന്യ സംസ്കരണ പ്ലാന്റും ഒന്നിച്ച് നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കെ അവിടുത്തെ മാലിന്യം നീക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാതെ വീണ്ടും 1 ഏക്കർ സ്ഥലവും കൂടി മേടിച്ച് പുളിയമ്പല മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി അവിടെ 1 ഏക്കർ സ്ഥലവും കൂടി മേടിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള നീക്കമാണ് കട്ടപ്പന നഗരസഭ നടത്തുന്നത്. കട്ടപ്പന നഗരസഭ കഴിഞ്ഞ 3 ടേമിൽ ഈ മാലിന്യം നീക്കുന്നതിന് വേണ്ടി ടെൻഡർ നടപടികൾ നടത്തിയിരുന്നു. പക്ഷെ 3 നടപടിയിലും 3 ലേല ടെൻഡറിലും ആ നടപടികൾ നടന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ ആ ടെൻഡർ എടുത്തിയ ആളുകളെ പോയി കാണുന്നതിന് പോലും നഗരസഭ അധികൃതർ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ നഗരസഭയിൽ ഈ ടെൻഡർ വെച്ച സമയത്ത് അതിന് തുക കൂടലാന്നും പറഞ്ഞ് ജെഡിക്ക് കത്തയച്ച 3 UDF കൗൺസിലർമാരാണ്, UDFന്റെ 3 കൗൺസിലർമാരാണ് തുക കൂടുതലാണെന്ന് പറഞ്ഞ് കത്തയച്ചത്. അന്നും ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞത് മാലിന്യം നീക്കം ചെയ്യണം, അതിന്റെ തുകയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമില്ല, അതിനെ പരിമിതി ഇല്ലാതെ തുക നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. 1 കിലോയ്ക്ക് 7 രൂപ 70 പൈസ വെച്ച് വരെ ഇവിടെ ടെൻഡർ നടന്നിരുന്നു. ഇതൊന്നും ഇതുവരെയായിട്ടും നടപടിയിലായിട്ടില്ല. ഈ നടപടികളൊന്നും നടത്താതെ ആ പുളിയമ്പലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളെ ദ്രോഹിക്കുന്നതിനും ശുദ്ധജല സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെയാണ് കട്ടപ്പനയിലെ ഇടതുപക്ഷ കൗൺസിലർമാർ ഇന്ന് പ്രതിഷേധം എഴുതി കൊടുക്കുന്നത്. സ്ഥലം വാങ്ങുന്നതിന് പ്രതിപക്ഷ കൗൺസിലർമാർ എതിരല്ല. എന്നാൽ ഒരു മേഖലയിലെ ജനങ്ങളെ മൊത്തം വലിയ ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്ന നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല. വനംവകുപ്പിന്റെ കേസടക്കം നിലനിൽക്കുന്ന ഭൂമി വാങ്ങുന്നതിൽ അഴിമതിയുണ്ടെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വർഷങ്ങളായി അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാതെ വീണ്ടും സ്ഥലം കണ്ടെത്തി മാലിന്യം കൂടുതൽ നിക്ഷേപിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. പല വീടുകളിലും അവർക്ക് ക്യാൻസർ ബാധിതരാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളിൽ എല്ലാവർക്കും ക്യാൻസർ ബാധിച്ച് പലരും മരിച്ചു കഴിഞ്ഞു. ഈ മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടുന്നത് അത് നീക്കം ചെയ്യാതെ വീണ്ടും അവിടെ മാലിന്യം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് വാർഡ് കൗൺസിലർ നിലയിൽ എൻ്റെ അഭിപ്രായം. ആ വാർഡിലെ ജനങ്ങളോടൊത്ത് നിൽക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. അങ്ങനെ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ സ്ഥലം കണ്ടെത്തി വീണ്ടും മാലിന്യം നിക്ഷേപിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മുൻപ് മേഖലയിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും നഗരസഭ കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യം നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. 1 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഇടമലക്കുടിയിലേക്കുള്ള റോഡ് കോൺക്രീറ്റിംഗ് പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം മുതലാണ് കേപ്പക്കാട് ഭാഗത്ത് കോൺക്രീറ്റിംഗ് തുടങ്ങിയത്. 2024 ജൂൺ ആദ്യവാരമാണ് ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ചത്. കഴിഞ്ഞ കാലവർഷം അവസാനിച്ച ശേഷം ഡിസംബറിൽ വനംവകുപ്പ് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് NOC നൽകി. നിർമ്മാണ സാമഗ്രികൾ കാസർഗോഡ് സ്വദേശിയായ കരാറുകാരൻ ഇറക്കിയെങ്കിലും ഇടമലക്കുടിയിൽ മറ്റ് വകുപ്പുകൾ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായി റോഡ് അടയ്ക്കുന്നത് താൽക്കാലികമായി സബ് കളക്ടർ തടഞ്ഞു. ഇതോടെയാണ് റോഡ് അടച്ച് കോൺക്രീറ്റ് നടത്താൻ കഴിയാതെ പണികൾ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നത്. 2023 നവംബറിലാണ് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്ക് പെട്ടിമുടിയിൽ നിന്ന് സൊസൈറ്റിക്കുടി വരെയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത്. പട്ടികവർഗ വകുപ്പിൽ നിന്നുള്ള 11.5 കോടി രൂപ ചെലവിൽ പെട്ടിമുടി പുല്ലുമേട് മുതൽ ഇടലിപ്പാറ വരെയുള്ള 7.7 കിലോമീറ്റർ ദൂരം ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതായിരുന്നു പദ്ധതി. ഇതുവരെ 4.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത്.
വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കൈതച്ചാൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തി. വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് കിടങ്ങ് തീർത്ത് കാട്ടാനശല്യം പ്രതിരോധിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കൈതച്ചാൽ മേഖല. വനാതിർത്തിയോട് ചേർന്ന പട്ടയഭൂമിയാണിവിടം. ഈ പ്രദേശത്താണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ളത്. കൂട്ടമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ ആളുകളുടെ കൃഷിഭൂമിയിൽ വ്യാപക നാശം വരുത്തി. കായ്ഫലമുള്ള ജാതി, ഏലം, കുരുമുളക്, വാഴ തുടങ്ങിയ കൃഷിവിളകളാണ് കാട്ടാനകൾ അധികമായി നശിപ്പിച്ചത്. സ്ഥിരമായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സ്ഥിതിയായതോടെ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് കിടങ്ങ് തീർത്ത് കാട്ടാനശല്യം പ്രതിരോധിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സ്ഥിരതാമസം ചെയ്യുന്ന ഇവർക്ക് മറ്റ് ഇതര വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ഇവർക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് അടിയന്തരമായി ട്രെഞ്ചിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഇവിടെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നിരന്തരമായി പ്രദേശങ്ങളിൽ എന്നും കാട്ടാനയുടെ ശല്യം ഉണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് സത്വര നടപടികൾ സ്വീകരിക്കണം എന്ന് വിഹിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രദേശത്തെ 5ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആന കൂടുതലായി നാശം വരുത്തിയത്. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണിവിടം. പ്രദേശത്ത് കിടങ്ങ് തീർത്ത് കാട്ടാനശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വനംവകുപ്പിനെ സമീപിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന പരാതി പ്രദേശവാസികൾക്കുണ്ട്. കാട്ടാന കൃഷിയിടത്തിൽ നാശം വരുത്തിയതിനെ തുടർന്ന് പനകുട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ SFO ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം റോയി പാലക്കൽ, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം K. ബുൾബേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് മൂന്നാർ മേഖലയിലും തുടക്കം കുറിച്ചു. ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകൾ വിതറിയത്. അഡ്വക്കേറ്റ് A. രാജ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2000-ഓളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത്. വനങ്ങളുടെ ആരോഗ്യം പ്രാദേശിക സസ്യങ്ങളുടെ സാന്നിധ്യവുമായി അഭേദ്യ ബന്ധമാണുള്ളത്. അധിനിവേശ സസ്യങ്ങളുടെ ബാഹുല്യമേറിയതും കാട്ടുതീ ബാധിക്കുന്നതുമെല്ലാം വനത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ ഇടയായി. ഈ സാഹചര്യത്തിലാണ് വനത്തിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന FFW എന്ന് പറയുന്ന ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് കുറേ ഈ വെള്ളത്തിൻ്റെ സോഴ്സുകൾ ഉണ്ടാക്കി കൊടുക്കുക, കുളം ഉണ്ടെങ്കിൽ കുളം നന്നാക്കി കൊടുക്കുക. ഈ വന്യമൃഗത്തിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ കുടിവെള്ളമില്ലാത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും വേനൽക്കാലത്ത് അത് വനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ വനത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അതും വനത്തിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനിപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ നിർവഹിച്ചു. ആ ലോക്കൽ സോയിൽ ഉപയോഗിച്ച് വേറെ കണ്ടാമിനേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ അത്രയും നല്ല ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. എന്നിട്ട് ആ സീഡ് ബോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നേരെ ഡിസ്ബേഴ്സ് ചെയ്യുകയാണ് ഓപ്പൺ ഏരിയാസിലേക്ക്. പ്രത്യേകിച്ച് ഗ്രാസ് ലാൻഡ്സിലേക്ക് ചെയ്യുന്നില്ല. അത് കൂടാതെ എവിടെയെങ്കിലും ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഓപ്പൺ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വനംവകുപ്പിൻ്റെ ഈ ഒരു പദ്ധതി വളരെയധികം ഫലവത്താവുമെന്നുള്ള കാര്യത്തിൽ തീർച്ച തന്നെയാണ്. കാരണം നമ്മൾ ഈ ലോക്കൽ സ്പീഷീസ് കളക്ട് ചെയ്യുന്നു. എന്തായാലും മൺസൂൺ സമയത്ത് അതിൻ്റെ സീഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ സർവൈവൽ പെർസെൻറ്റേജ് ജെർമിനേഷൻ കപ്പാസിറ്റി നോക്കിയിട്ട്, ജെർമിനേഷൻ കപ്പാസിറ്റി വയബിൾ ആയിട്ടുള്ള സീഡ്സ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ ജെർമിനേഷൻ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞ് അതിന് വയബിൾ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജെർമിനേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ സർവൈവൽ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പദ്ധതി കൊണ്ട്. 2000-ഓളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത്. വനത്തിനുള്ളിൽ വകുപ്പ് നടപ്പിലാക്കുന്ന ഫുഡ്, ഫോഡർ, വാട്ടർ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിത്തൂട്ട് പദ്ധതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. വിത്തുണ്ടകളുടെ വിതരണ പദ്ധതി സംസ്ഥാന വനംവകുപ്പും PG വന ഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടായിരിക്കും നടപ്പിലാക്കുക. മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു, മൂന്നാർ, മാങ്കുളം ഫോറസ്റ്റ് റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ, ഇടമലക്കുടി നിവാസികൾ, വിവിധ NGO അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് തീറ്റയുടെ ലഭ്യത വർദ്ധിപ്പിച്ച് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്.
കേരള വനിതാ കമ്മീഷനും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജാഗ്രതാ സമിതി പരിശീലനം നടത്തി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമിട്ട സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള സാമൂഹ്യ സൃഷ്ടിക്കായി സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയുമാണ്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിലേക്കായി പഞ്ചായത്ത് ജാഗ്രതാ സമിതി അംഗങ്ങളുടെ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ വിപത്തുകൾ, ചൂഷണങ്ങൾ, പരാതികൾ ഒന്നും ഇല്ലാതെ ഒരു നല്ല പഞ്ചായത്തായി സ്ഥിതി ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് തരുന്ന പരിശീലനമാണ് ജാഗ്രതാ സമിതി പരിശീലനം. ഈ ജാഗ്രതാ സമിതി എന്താണ് എന്ന് ഞാൻ ചോദിച്ചോട്ടെ? ഇവിടെ ഉണ്ടോ ജാഗ്രതാ സമിതി? ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നുണ്ടോ? കില റിസോഴ്സ് പേഴ്സൺ ഷാലിമോൾ പി കെ ക്ലാസ് നയിച്ചു. ഇതെല്ലാം കേൾക്കേണ്ടത് സ്ത്രീകളാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ സ്ത്രീകൾ തന്നെയാണോ കേൾക്കണ്ടേ? ഇത് ആരുടെയെങ്കിലും മാറ്റം വരേണ്ടേ? നമ്മളെല്ലാം ബെറ്റർ അല്ലേ? അല്ലേ? ആണ്. അപ്പം ആരാ മാറണ്ടേ? നമ്മൾ ഏതെങ്കിലും പുരുഷനെ അതിക്രമിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതിക്രമിക്കുന്നില്ലേ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ആർക്ക് വേണേലും കേൾക്കാം. ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കും എവിടെ വന്നിരിക്കാം? ഇവിടെ വന്നിരിക്കാം. പുരുഷനെ വന്നിരിക്കാം, സ്ത്രീക്ക് വന്നിരിക്കാം, പ്രായമായവർക്ക് വന്നിരിക്കാം, കുട്ടികൾക്ക് വന്നിരിക്കാം. അതാണ് നമ്മളുടെ ജാഗ്രതാ സമിതിയുടെ ഒരു ഇത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈനമ്മ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി മാത്യു, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ജോസ് തച്ചാപ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് ബി, ICDS ചെയർപേഴ്സൺ സനില ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ സേനാപതി രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴക്കോഴിച്ചാൽ ആവണക്കുംചാൽ പാലം റോഡ് തകർന്നു. 45ഓളം വീട്ടുകാർ ആശ്രയിക്കുന്ന പാതയാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ആവണക്കുംചാൽ പാലം റോഡ് തകർന്നത്. പന്നിയാർ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ് റോഡ്. നിലവിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുക. സ്കൂൾ ബസ്സുകളോ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളോ ഇതുവഴി കടന്നുപോകാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് പോയതോടെ അപ്പുറത്തേക്കൊരു 10-50 വീട്ടുകാരുണ്ട്. വേറെ വഴിയില്ല. അതിൽ കറങ്ങിപ്പോണ്ട അവസ്ഥയാണ് ജനാതി എന്നിട്ട്. പിന്നെ ഇതിലെ എല്ലാ സ്കൂൾ ബസ്സും എല്ലാ സ്കൂളിൻ്റെയും 5-10 സ്കൂളിൻ്റെ വണ്ടി ഓടുന്ന സ്കൂൾ ബസ്സുകൾ ആശ്രയിക്കുന്നതാണ്. ഒന്നും മാർഗമില്ലാത്ത അവസ്ഥയാണ്. അധികാരികൾ വന്നായിരുന്നു, പഞ്ചായത്ത് അധികാരികൾ വന്നായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ടും കണ്ടു ഇപ്പോൾ നല്ലൊരു ഫണ്ടില്ല, ഒന്നും ചെയ്യാൻ മാർഗമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയേക്കണേ. ഇവിടെ എല്ലാ ഒരു നല്ല മഴയുള്ളപ്പോൾ ഉറവ് വരുമ്പോൾ എല്ലാ വർഷമുള്ള സംഭവമാണിത്. പ്രളയം കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഉണ്ടായത്. ഇതിനെന്തെങ്കിലും ഒരു നടപടി വേണം. റോഡിടിഞ്ഞതോടെ സമീപവാസികളായ സിബി ഇഞ്ചപ്ലാക്കൽ, ബിജു കൊച്ചുവീട്ടിൽ എന്നിവരുടെ വീടും അപകടാവസ്ഥയിലായതായും നാട്ടുകാർ പറഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞതാണ്. വാഹനങ്ങളൊന്നും പോകാൻ മേലാത്ത രീതിയിൽ ഗതാഗത യോഗ്യമല്ലാതെ ആയിരിക്കുക വഴി. സ്കൂൾ ബസ്സിനൊക്കെ ആണെങ്കിലും പോകാൻ പറ്റത്തില്ല. ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അത്രയും അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ. 2 വീടിനും ഭീഷണിയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ. ഓരോ ദിവസത്തെ മഴയിൽ ഒന്നൊന്നായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടന്നു പോകേണ്ടി വരും. ഇവിടുന്ന് പാലം വരെ നടന്നു പോയിട്ട് ബസ്സിന് കയറി പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പം. ഒരു ആശുപത്രി പോണേ പോലും വാഹനമില്ലാത്ത അവസ്ഥയാണ്. 2018 പ്രളയത്തിലും ഇവിടെ റോഡിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മൂന്നാർ ടൗണിന് സമീപം മാലിന്യ നിക്ഷേപം രൂക്ഷം. ടൗണിൽ മാർക്കറ്റിന് പിൻഭാഗത്തും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിന് സമീപവുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളത്. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകി മുതിരപ്പുഴയിലേക്ക് എത്തുമെന്നാണ് പരാതി. മൂന്നാറിനെ മാലിന്യമുക്തമാക്കാൻ നടപടികൾ ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവർത്തിക്കുമ്പോഴും മൂന്നാർ ടൗണിന് സമീപം മാലിന്യ നിക്ഷേപം നിർബാധം തുടരുകയാണ്. ടൗണിൽ മാർക്കറ്റിന് പിൻഭാഗത്തും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിനു സമീപവുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ഒരുപാട് കുട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷെ മാലിന്യം പഞ്ചായത്ത് ആൾക്കാർ ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കടയിലും കുറേ ആൾക്കാരും ഇവിടെ മാലിന്യം വലിച്ചെറിയുകയും നൈറ്റായി കഴിഞ്ഞാൽ വലിച്ചെറിയുകയും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തിന് പോവുകയും ആറ്റിൽ മുതിരപ്പുറ ആറിനെ മോശമായ രീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് എടുത്താലും ഇവർ ആൾക്കാർ ശരിക്കും കൊടുക്കാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ വന്നപ്പോൾ
ഈ മൂന്നാർ ടൂറിസ്റ്റ് കേന്ദ്രം അനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. പക്ഷേ എന്നാലും പഞ്ചായത്ത് അതിനകത്ത് ഉത്സാഹം ചെയ്താലും പക്ഷേ ആൾക്കാർ അതിനകത്ത് ഇടപെടുന്നില്ല. അതിനുള്ള കാര്യത്തിൽ പഞ്ചായത്ത് ഉത്സവമായിട്ട് എടുത്തിടണം. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകി മുതിരപ്പുഴയിലേക്ക് എത്തുമെന്നും നാട്ടുകാർ പരാതി പറഞ്ഞു. മൂന്നാറിനെയും മുതിരപ്പുഴയെയും മാലിന്യമുക്തമാക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ ശ്രമങ്ങളെ മുഖവിലക്കെടുക്കാതെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. നിലവിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യുകയും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. റിട്ടയേർഡ് SI ഷാജഹാൻ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്രയ്ക്ക് കട്ടപ്പന പോലീസ് സ്വീകരണം നൽകി. കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിച്ച യാത്ര കൊല്ലത്ത് സമാപിക്കും. കഴിഞ്ഞ മാസമാണ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന ഷാജഹാൻ സർവീസിൽ നിന്നും വിരമിച്ചത്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നോഡൽ ഓഫീസറായി ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഷാജഹാന് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. അന്നു മുതൽ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതിൽ ഷാജഹാൻ ശ്രദ്ധ പുലർത്തിയിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച അന്ന് തന്നെ കൊല്ലത്തു നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്ര ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കൊല്ലം, കൊട്ടാരക്കര, എറണാകുളം, കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പുനലൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച യാത്ര കൊല്ലത്ത് സമാപിക്കും. ഈ യോദ്ധാവ് എന്നുള്ള സംവിധാനം കേരള പോലീസിൻ്റെ മാത്രമല്ല, കേരള പോലീസിന് ഓരോ ജില്ലയിലും പ്രത്യേകം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും യോദ്ധാവ് എന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ അറിയിക്കുന്നതിനും കൂടെ വേണ്ടിയായിരുന്നു. ഇപ്പോൾ യോദ്ധാവിൻ്റെ നമ്പർ 9995966666 എന്ന ഈ നമ്പറിനെ കൂടി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടും ഭയമില്ലാതെ ജനങ്ങൾക്ക് പോലീസിനെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സംവിധാനത്തെ ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതേപോലെ റൈഡ് വിത്ത് ഷാജഹാൻ എന്നുള്ളൊരു യൂട്യൂബും ഈ റിട്ടയർമെൻറ്റിന് ശേഷം ആരംഭിച്ചിട്ട് അതിൽ കൂടിയും ഞാൻ ജനങ്ങൾക്ക് ഈ ലഹരിക്കെതിരെയുള്ള എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ അറിവുകളും അവർക്ക് നൽകുകയും ഈ യാത്ര ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടർന്നും കുടുംബത്തോടൊപ്പം പോയി സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നതിലുപരിയായിട്ട് എൻ്റെ മരണം വരെ ലഹരിക്കെതിരെയുള്ള യാത്ര ഞാൻ തുടരും എന്നുള്ളതും കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കട്ടപ്പനയിലെത്തിയ യാത്രയ്ക്ക് കട്ടപ്പന പോലീസ് സ്വീകരണം നൽകി. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിരമിച്ച മെയ് 31 തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം സൈക്കിൾ റാലി നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമേ ഇതിൻ്റെ പ്രോഗ്രാം നടത്തേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ 13 ജില്ലകളിൽ പ്രോഗ്രാം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കേരള പോലീസ് സേനയിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷവും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഷാജഹാൻ SIക്ക് അദ്ദേഹം നടത്തി വരുന്ന ഈ പ്രോഗ്രാമിന്, ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സബ് ഇൻസ്പെക്ടർ എബി ജോർജ്, പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ എസ്, SIമാരായ മനോജ് കുമാർ CD, സിബി തോമസ്, ASI വിനോദ് കുമാർ PG, ഉദ്യോഗസ്ഥരായ ദിനൂപ് ഡൊമിനിക്, അഖിലേഷ് സിയാദ്, മഞ്ജു CV, സുനീഷ് കുമാർ PV എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സൂര്യനെല്ലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ എല്ലാ യൂണിറ്റിലും അതാത് വർഷത്തെ വാർഷിക അവലോകന പൊതുയോഗം നടത്തണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സൂര്യനെല്ലി യൂണിറ്റിന്റെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നത്. സാമ്പത്തിക മാന്ദ്യം മൂലം കച്ചവടത്തിലുണ്ടായ കുറവും വഴിയോര കച്ചവടവും ഓൺലൈൻ വ്യാപാരവും ചെറുകിട വ്യാപാരികളെ തകർച്ചയിൽ എത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ യോഗം വിലയിരുത്തി. വ്യാപാരികൾക്കായി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളും യോഗം ചർച്ച ചെയ്തു. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സ്ഥാപക നേതാവായിരുന്ന മുത്തയ്യ നാടാറിന്റെ ഫോട്ടോ അനാച്ഛാദനവും ആദ്യകാല അംഗങ്ങളെ ആദരിക്കലും നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് G അൻപുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാരുണ്യം പദ്ധതി ചെയർമാൻ ഡയസ് പുല്ലൻ, മൂന്നാർ യൂണിറ്റ് പ്രസിഡന്റ് CK ബാബുലാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ വീട് നിർമ്മിക്കുവാൻ കഴിയാതെ ദുരിതത്തിൽ. മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിലെ 6 ഗുണഭോക്താക്കളാണ് വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിലെ 6 ഗുണഭോക്താക്കളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയിട്ടും പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. വീട് അനുവദിച്ചു കിട്ടിയപ്പോൾ നിലവിലുണ്ടായിരുന്ന സുരക്ഷിതമല്ലാത്ത വീട് പൊളിച്ചുമാറ്റി പദ്ധതിയിലെ ആദ്യ ഗഡു വാങ്ങി തറയുടെ പണി പൂർത്തീകരിച്ചു. പിന്നീട് ബാക്കി തുക അനുവദിക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. எனக்கு வீடை கட்டித்தரணும்னு நான் எவ்வளவோ பராதி கொடுத்துருக்குறேன், யாரும் கண்டுக்கவே இல்லை. இப்போ படுக்க இருக்க ஒரு பையன் அங்கன்வாடியில் போய் படுக்குது, ஒன்று இங்கே படுக்குது, ஒரு பிள்ளை இங்கே படுக்குது, நான் அங்கே படுக்கிறது. மழை வந்துச்சுன்னா காற்று வந்துச்சுன்னா எங்கனாலும் சகிக்க முடியாது, உறக்காம இல்லாமல் எந்திரிச்சு உட்காந்துக்கிறது. நாங்கள் வீடு கட்டித்தரோன்னு தான் சார பொழிச்சாங்க, இப்படி வரும்னு எங்களுக்கு தெரியுமா? വീടില്ലാതായതോടെ ഇതിൽ പലരും ടാർപോളിൻ കെട്ടി താൽക്കാലിക കുടിലൊരുക്കിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രംഗമ്മ രാമൻ, ശശികല കുപ്പൻ, രാജലക്ഷ്മി മുരുകൻ, ദേവകി അന്തോണി, രുക്മിണി മധുരകുമാർ, സീതാ നടരാജൻ എന്നിവരുടെ വീടുകളാണ് പൊളിച്ചുമാറ്റി തറ നിർമ്മിച്ചു കിടക്കുന്നത്. മറയൂർ ടൗണിനോട് ചേർന്നാണ് കുമ്മിട്ടാംകുഴി കുടി സ്ഥിതി ചെയ്യുന്നത്. 2001 മുത്തങ്ങ സമരത്തെ തുടർന്ന് മറയൂരിൽ 242 കുടുംബങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു നൽകിയിരുന്നു. ഈ സ്ഥലത്ത് വീട് നിർമ്മിച്ചാൽ മാത്രമേ വീടിന് തുക അനുവദിച്ചു തരാൻ കഴിയൂ എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ളതെന്നും കുടുംബങ്ങൾ പറയുന്നു. ലൈഫിൽ വീട് അനുവദിച്ചു കൊടുത്തങ്ങ, വീട് പൊളിച്ചാச்சு. ബില്ല് വന്ന് 90,000 കൊടുത്തങ്ങ. മറുപടി പോയി അങ്ങ് കേൾക്കുമ്പോൾ പണ്ട് വരല വീണ്ടാங்க. വീട് കെട്ടി പൊളിച്ച് മുടിച്ച് 1 വർഷം 3 മാസം ആയിപ്പോச்சு. அங்கே போய் இந்த பக்கம் குழந்தைய உஞ்சோட வேண்டிட்டு வாடகை வீட்டில் தங்கிட்டு இருக்கிறோமா. இதுக்கு ஒரு நடவடிக்கை எடுக்கணும்னு சொல்லும்போது யாருமே ஒன்றும் கண்டுக்க போகிறதில்ல. பஞ்சாயத்து ஆஃபீஸ் போனாலும் கிராம சபை என்ன சொல்ல, உங்களுக்கு 1.5 ஏக்கர் இருக்குது 2 ஏக்கர் இருக்குன்னு சொல்லிட்டு அவர் பலமே பல முடிச்சிட்டு இருக்காரு. இது ஒரு നടപടിക്ക് ഗവൺമെൻറ് സീക്കിരം ശരിയായി തരണം சொல்லி நாங்கள் വേണ്ടിക്കിട്ട് இருக்கிறோம். കാട്ടാനശല്യം രൂക്ഷമായതിനാലും കുടിവെള്ളം, റോഡ് സൗകര്യമില്ലാത്തതിനാലും ഇവിടെ വീട് നിർമ്മിക്കുവാൻ കുടിക്കാർക്ക് താല്പര്യമില്ല. മറയൂർ ടൗണിലുള്ള ഗ്രാമവാസികളുടെ സ്ഥലത്ത് വീട് വയ്ക്കുവാനാണ് കുടിക്കാർക്ക് താല്പര്യം. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. വിഷയത്തിലെ അനിശ്ചിതത്വം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 179, വിൽപ്പനയ്ക്ക് വന്നത് 36,990, വിൽപ്പന നടന്നത് 36,819, കൂടിയ വില 3,179, ശരാശരി വില 2,702. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,550, ഏലം ശരാശരി വില 2,200, കാപ്പിപ്പരിപ്പ് 390, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,985 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഡാം ശനിയാഴ്ച തുറന്നേക്കും. ഇപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിക്ക് മുകളിൽ. ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുത്തതായി ജില്ലാ ഭരണകൂടം. പനംകുട്ടയിൽ പ്രദേശവാസി ചപ്പാത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി. കുത്തൊഴുക്കുള്ള മുതിരപ്പുഴയാറിലേക്ക് എടുത്തു ചാടിയത് പനംകുട്ടി സ്വദേശി കാട്ടുവിളയിൽ ബെന്നി വിൻസെന്റ്. ഇയാൾക്കായി പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തുന്നു.
ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന് റവന്യൂ വകുപ്പ്. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടിയും ഉണ്ടാകും. അതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ വീട് നിർമ്മിക്കുവാൻ കഴിയാതെ ദുരിതത്തിൽ. വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത് മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിലെ 6 ഗുണഭോക്താക്കൾ. ഉപ്പുതറയ്ക്ക് പുറമെ വാത്തിക്കുടി പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിലും അനർഹർ കടന്നുകൂടിയതായി പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.